മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിന്റെ ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. 1 മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം നീണ്ടതോടെ അന്തരിച്ച ചരിത്രകാരൻ MGS നാരായണന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസന പ്രശ്നത്തിൽ സമരസമിതിയെ മുന്നിൽ നിന്ന് നയിച്ച അന്തരിച്ച ചരിത്രകാരൻ MGS നാരായണൻ കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത MGSന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് പ്രഖ്യാപിച്ചു. അടുത്ത മാസത്തോടെ മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിന്റെ ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനത്തിനായി ആകെ 481.94 കോടി രൂപയാണ് വകയിരുത്തിയത്. ഭൂമി ഏറ്റെടുക്കുന്നതിനായി 344.5 കോടി രൂപ വിവിധ ഘട്ടങ്ങളിലായി അനുവദിച്ചിരുന്നു. 137.44 കോടി രൂപയുടെ ഭരണാനുമതിയാണ് റോഡിന്റെ നിർമ്മാണത്തിനായി നൽകിയിട്ടുള്ളത്. ഇതിൽ മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെയാണ് ആദ്യഘട്ട നിർമ്മാണം. ഇതിനായി 85.92 ലക്ഷം രൂപയുടെ കരാറാണ് ക്ഷണിച്ചിട്ടുള്ളത്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് ഇത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി അദ്ദേഹം വലിയ ശ്രമം നടത്തിയിരുന്നു. പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ്. ആ ആവശ്യം ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. വന്നു കഴിഞ്ഞാൽ തന്നെ കോഴിക്കോട് നഗരത്തിൻ്റെ ഗതാഗത കുരുക്ക്, വീർപ്പുമുട്ടുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു 1/2-3/4 മണിക്കൂറെങ്കിലും ലാഭം നവീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ അത് ആദ്യം എത്രയും വേഗത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവൃത്തി നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം. 5.3 കിലോമീറ്റർ റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരി പാതയായി നിർമ്മിക്കുന്നതിനാണ് കരാർ. റോഡിന് നടുവിൽ 2 മീറ്റർ വീതിയിൽ മീഡിയനും ഇരുവശങ്ങളിലും 7 മീറ്റർ വീതം വീതിയിൽ 2 വരി പാതയും നിർമ്മിക്കും. ദേശീയപാത 66 മുറിച്ചു കടന്നു പോകുന്ന രീതിയിലായിരുന്നു മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ പുനരുദ്ധാരണത്തിന് ആദ്യം നിർദ്ദേശമുണ്ടായത്. എന്നാൽ മുത്തങ്ങയിലേക്കുള്ള ദേശീയപാത 766ന്റെ നിർമ്മാണം മലാപ്പറമ്പിൽ നിന്ന് ദേശീയപാത വിഭാഗം ചെയ്യുന്നതിനാൽ മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള 3 കിലോമീറ്റർ ദൂരം ഈ റോഡ് വികസന പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയാണ് പുതിയ DPR തയ്യാറാക്കിയിട്ടുള്ളത്. അതേസമയം മാനാഞ്ചിറ മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള മുഴുവൻ റോഡിന്റെയും ടെൻഡർ നടത്തണമെന്നാവശ്യപ്പെട്ട് സമരസമിതി പ്രതിഷേധത്തിലാണ്. 24 കോഴിക്കോട്.